ഹായ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത് നാടൻ കോഴിക്കറിയാണ്. ഇന്നലെ രാത്രിയിലെ വീഡിയോ ആണ്. ഇന്നിപ്പോൾ നോമ്പാണല്ലോ, അപ്പം ഇന്നലത്തെ വീഡിയോ ആണ് ഞാൻ ഇന്ന് ഇടുന്നത്. അപ്പം നല്ല മുരിഞ്ഞ നെയ്പത്തിരിയും പൊറോട്ടയും ഉണ്ട് കോമ്പിനേഷൻ, നല്ല ടേസ്റ്റ് ഉണ്ടായി. അപ്പോൾ ഇത് ഇന്നലത്തെ വീഡിയോ ആണ്. ഇന്ന് നോമ്പാണല്ലോ, അപ്പം എല്ലാവരും ചിലപ്പോൾ ഇന്നത്തേന്ന് വിചാരിക്കേണ്ട, ഇന്നലത്തെയാണ്. പിന്നെ ഈ നെയ്പത്തിരി ഞങ്ങൾ കാസർഗോഡുകാരുടെ ഒരു സ്പെഷ്യലാണ്. നല്ല മുരിഞ്ഞ നെയ്പത്തിരി. അത് ചിക്കൻ്റെ കൂടെയും ബീഫിൻ്റെ കൂടെയാണെങ്കിൽ നല്ല ടേസ്റ്റ്. ഇതിപ്പോൾ ചിക്കൻ നല്ലപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കറിലോട്ടിട്ട് വേവിച്ചാൽ നല്ലപോലെ വെന്ത് കിട്ടും. അതിന് വേണ്ടി 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചൂടാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പും ഈ ചൂടാക്കിയ മുളകും മല്ലിയും ചേർത്ത് നമ്മൾ കുക്കറിൽ ഒരു 6 വിസിലിന്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് അതുകൂടാതെ ഒരു സവാളയും തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ ഇതിലോട്ട് തേങ്ങ വറുത്തരച്ച് ചേർക്കുന്നു. ഇതിപ്പോൾ ചിക്കൻ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ പൊളിച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മളിപ്പോൾ ഉരുളി വെച്ച് ഓയിൽ, കറിവേപ്പില, ഇച്ചിരി സവാള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊക്കെ ഒന്ന് വഴറ്റിയിട്ട് നമ്മൾ വെന്ത ചിക്കൻ അതിലോട്ട് ചേർത്ത് കൊടുക്കും. ശേഷം നമ്മളൊന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് അരപ്പ് ചേർക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇന്നലെ വെച്ചതല്ല, ഇന്നലെ വൈകിട്ടാണ് ഞങ്ങളത് കൂട്ടിയത്. അതിന് പൊറോട്ടയും നെയ്പത്തിരിയും പത്തിരിയും എല്ലാ സാധനവും ഉണ്ടായിരുന്നു. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായി. എന്തിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെയും കഴിക്കാൻ. ഞങ്ങൾ നല്ല എരിവിട്ടാണ് വെക്കുന്നത്. അപ്പോൾ 2.5 ടേബിൾ സ്പൂൺ മുളക് ഇട്ടിരുന്നു. നല്ല സൂപ്പറായിട്ടുണ്ട്. ഇതിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വഴറ്റുന്നുണ്ട്. അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുത്തു. അത് കളറ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല ചുമന്നിരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് എരിവുള്ളതാണ് ഇവിടെ എല്ലാവർക്കും താല്പര്യം. പിന്നെ നാടൻ കോഴിയൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരണമെങ്കിൽ നല്ല എരിവിൽ തന്നെ വെക്കണം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ് എല്ലാം പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ കമൻറ്റൊക്കെ ഇടുമ്പോഴാണ് നമുക്ക് വീഡിയോ കുറച്ചുകൂടി ഗ്രോത്ത് വളരാൻ പറ്റുന്നത്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യണേ. ചെയ്യാതെ കാണുന്നവർ സപ്പോർട്ട് ചെയ്യണേ ഇൻഷാ അല്ലാഹ്. ഇതിപ്പോൾ തേങ്ങ അരപ്പം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തിളക്കുമ്പോൾ കറി ശരിയായി. ഇപ്പോൾ കറി സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലോട്ട് കറിവേപ്പില